ചിപ്പിയെ എവിടെ പോണ്ടീ? ഗുഡ് മോർണിംഗ്. ചിപ്പി എന്നെയും കൊണ്ട് ഈ നടന്ന് കയറുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. കുറച്ചു പേർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലാത്തവർക്കായിട്ട്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് സ്ഥിതി ചെയ്യുന്ന അഞ്ചുതെങ്ങ് കോട്ടയാണ്. അഞ്ചുതെങ്ങ് കോട്ട വളരെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. വർഷം 1695 ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടു കൂടി ആറ്റിങ്ങലിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അഞ്ചുതെങ്ങിൽ ഒരു കോട്ട നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. 1695 തുടങ്ങിയ കോട്ടയുടെ നിർമ്മാണം ഏകദേശം 1699 വരെ ആയി എന്നാണ് ചരിത്രപരമായിട്ട് പറയപ്പെടുന്നത്. അഞ്ചുതെങ്ങ് ഫോർട്ട് എന്നുള്ള പേരിന് തന്നെ കാരണം അവിടെ നിരന്ന് നിൽക്കുന്ന തെങ്ങുകളുടെ കണക്കുകൾ വെച്ചായിരിക്കാം. കാര്യം അത്രമേൽ തെങ്ങുകളോട് കൂടിയ സ്ഥലമാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. തീരദേശമാണ്. ഏറ്റവും പ്രധാനമായിട്ടും കടലിനെ മനസ്സിലാക്കാനും കടലിനെ അറിയാനും ഇതൊരു പ്രധാന കേന്ദ്രമായി മാറി എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ അറിയാം, വളരെ ദീർഘമായ വീതിയിലുള്ള സമചതുരാകൃതിയിലുള്ള ഒരു കോട്ടയാണ്. കടലിലേക്കാണ് ഈ കാണുന്ന പടികളും കോട്ടയുടെ ഭാഗങ്ങളുമൊക്കെ നീണ്ട് നിൽക്കുന്നത്. വളരെ തന്ത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യം അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ എത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകുവാനും അതിനോടൊപ്പം തന്നെ കുരുമുളക് വ്യാപാരത്തിൻ്റെ മുഴുവൻ കുത്തകയും നിയന്ത്രിക്കുവാനും ബ്രിട്ടീഷുകാർ ഈ കോട്ടയിലൂടെ ശ്രമിച്ചിരുന്നു. ഇവിടെ നിന്ന് ഈ പടി മുകളിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കടലിലേക്കുള്ള ഒരു വളരെ വിശാലമായൊരു കാഴ്ച നമുക്ക് ലഭിക്കും. ഇവിടെ ഒരു യുദ്ധ കരുതൽ ഭാഗമായിട്ടും, അതായത് വെടിമരുന്നും പീരങ്കികളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു താവളമായിട്ടും ഒക്കെ ഈ ഒരു കോട്ട പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനാവും. അതുപോലെ തന്നെ വളരെ കുറച്ചു പേരെങ്കിലും അറിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരൻ റോബർട്ട് ഓർമൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രസിദ്ധനായ ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും ഈ കോട്ട തന്നെയാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇത് പൂർണ്ണമായിട്ടും ഒരു ചരിത്രപരമായ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനോടൊപ്പം തൊട്ടടുത്ത് തന്നെ കാണപ്പെടുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിലും നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഒരു നല്ല പ്രഭാതത്തിൽ അങ്ങനെ വന്നാൽ നമുക്ക് ഈ നല്ല കാഴ്ചകൾ കിട്ടും. ചിപ്പി അകത്തേക്ക് നടന്ന് കോട്ടയുടെ ഉൾഭാഗത്തേക്ക് പോവുകയാണ്. നടന്ന് കാല് കഴിച്ചതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ചിപ്പിയുടെ അഭിപ്രായത്തിൽ കോട്ട എങ്ങനെ ഉണ്ട് എന്നുകൂടി നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ പതുക്കെ ചുറ്റുവട്ടം മുഴുവൻ ഒന്ന് ക്യാമറ കറക്കി കാണിക്കുന്നതിനോടൊപ്പം നേരെ ചിപ്പിയിലേക്ക്. ഹായ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. ഇവിടെ സ്ഥലം എന്ന് വെച്ചാൽ പ്രത്യേക ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ കയറി നിന്നാലേ ഇവിടെ നിന്ന് കടപ്പുറം കാണാൻ പറ്റും. അതാണ് ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോഴേക്കും ഈ സ്ഥലം കൊള്ളാം അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ സ്ഥലങ്ങൾ. നമ്മൾ രാവിലെ വന്നുകൊണ്ട് ഇത്ര വലിയ തിരക്കൊന്നും ഇല്ല. ചിപ്പുല ആൾക്കാരൊക്കെ ഉള്ളു. രണ്ടാം മൂന്നാം നാലൊക്കെ ഉള്ളു. ഇവിടെ വേണമെങ്കിൽ നമ്മൾ
ബാക്കി ഇവിടെ ഒരു 3-4 കണ്ണാറാള് ഒക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ ചിപ്പി പറഞ്ഞ് കണ്ണറയിൽ കൂടെ പതുക്കെ ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലമാണ്. 1721 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആറ്റിങ്ങൽ കലാപമൊക്കെ നടന്നതിന് സാക്ഷ്യം വഹിച്ചിരുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് അഞ്ചുതെങ്ങ് കോട്ട. ഇന്നത് തികച്ചും സംരക്ഷിത സ്മാരകമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രവേശനത്തിന് പ്രത്യേക ഫീസോ മറ്റോ അങ്ങനെ ഒന്നുമില്ല. രജിസ്റ്ററിൽ പേരും നമ്പരും എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കയറി കാണാം. കുറച്ച് രാവിലെ വന്നാലും അതുപോലെ തന്നെ വൈകുന്നേരത്ത് വന്നാലും സായാഹ്നം സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ചരിത്രം ഉറങ്ങുന്ന അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് ഞാനും ചിപ്പിയും പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി വരാനും സാധിക്കുന്നൊരു സ്ഥലം. വർക്കല വളരെ മുതലപ്പുഴി, വർക്കല എന്നീ സ്ഥലങ്ങൾ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. അപ്പം വർക്കല പോകുന്നവർക്ക് ഉറപ്പായിട്ടും കണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥലവുമാണ്. അടുത്ത സ്ഥലവുമായിട്ട് വീണ്ടും കാണാം. റോമിംഗ് വിത്ത് സായി.